നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് രോഗം പടർന്നു പിടിച്ച ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഓരോ ദിവസവും 1000-ലധികം പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിക്കുന്നത്. ഒട്ടേറെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി മലയാളികളും ഇവിടെ ഈ കാലയളവിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഭരണകൂടം വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചനകൾ. അതിനിടെ 2 രാജ്യങ്ങൾ സൗദിയിലെ അവരുടെ ഓഫീസുകൾ അടച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യൻ വിമാന കമ്പനി അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങുന്നത് തത്കാലം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ വർഷം ഹജ്ജ് മാറ്റിവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. യമൻ എംബസിയും ഫിലിപ്പീൻസ് എംബസിയിലെ തൊഴിൽ വകുപ്പിലെ ഓഫീസുമാണ് അടച്ചത്. യമൻ എംബസിയിലെ ഒട്ടേറെ ജീവനക്കാർക്ക് കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചതിനാണ് എംബസി അടക്കാനുള്ള പ്രധാന കാരണം. ഇക്കാര്യം യമൻ ഉദ്യോഗസ്ഥൻ ട്വിറ്ററിൽ അറിയിക്കുകയും ചെയ്തു. ഫിലിപ്പീൻ എംബസിയിലെ തൊഴിൽ വകുപ്പിൽ 6 പേർക്ക് കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചതോടെ എല്ലാ ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുക എന്ന് എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അന്താരാഷ്ട്ര വിമാനങ്ങൾ സർവീസ് ആരംഭിക്കില്ലെന്ന് സൗദി കമ്പനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിലേക്കുള്ള വിമാനങ്ങളും തത്കാലം നിർത്തിവെക്കാനാണ് ധാരണ. സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ ആണ് ഇക്കാര്യം അറിയിച്ചത്. തുടർ കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും കമ്പനി അറിയിച്ചു. വിദേശത്തുള്ള സൗദി പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിന് മാത്രമാണ് ഇനി സർവീസ് നടത്തുക എന്നാണ് സൗദിയയുടെ അറിയിപ്പ്. ആഭ്യന്തര വിമാന സർവീസുകൾ തുടരുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബിഷ, തായിഫ്, യാംബു, ഹഫ്രൽ ബത്തേൻ, ഷറൂറ വിമാനങ്ങളിൽ നിന്നും ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങിയെന്ന് GSA അറിയിച്ചു. ആരോഗ്യ വകുപ്പുമായി ആലോചിച്ച ശേഷമാണ് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആഭ്യന്തര വിമാന സർവീസ് ആരംഭിച്ചത്. എന്നാൽ വിദേശത്തു നിന്നും കൂടുതൽ പേർ നിലവിലെ സാഹചര്യത്തിൽ സൗദിയിലെത്തുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ദിവസവും 3000-ലധികം പേർക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൊറോണ രോഗം ഇവിടെ ബാധിക്കുന്നത്. 1,23,000 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. 930 പേർ മരണപ്പെട്ടു. മാർച്ച് 2-ാം തീയതിയാണ് സൗദിയിൽ ആദ്യമായി കൊറോണ വൈറസ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. മാർച്ച് 16-ാം തീയതി തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സൗദി നീങ്ങുകയും ചെയ്തു. ഈ മാസം 6-ാം തീയതിയാണ് ചില ഇളവുകൾ പ്രഖ്യാപിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.